ബോളിവുഡിലെ ഗാനകോകിലങ്ങൾ ഒരിക്കൽ ഭയന്നുപോയത് ഈ വാണി കേട്ടാണ്. സംഗീതത്തിലെ അത്ഭുത ശിശുവായിരുന്ന വാണി 5 വയസ്സിന് മുമ്പ് തന്നെ രാഗങ്ങൾ തിരിച്ചറിഞ്ഞു. 8-ാം വയസ്സിൽ ആകാശവാണിയിൽ സംഗീത പരിപാടി ഗുഡ്ഡി എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ വസന്ത ശില്പിയായ വസന്ത് ദേശായിയാണ് വാണി എന്ന അത്ഭുത ഗായികയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. മലയാളത്തിൽ 600-ലധികം പാട്ടുകൾ, ആഷാഢമാസം, സീമന്തരേഖയിൽ, എന്റെ കയ്യിൽ പൂത്തിരി തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ. മലയാളവും തമിഴും വാണിക്ക് വലിയ അംഗീകാരങ്ങൾ നേടിക്കൊടുത്തു. കേരളത്തിലെ സംഗീത പ്രേമികളുടെ മനസ്സിൽ നിത്യഹരിതമായ അംഗീകാരം. ഇളം കാറ്റിലാടി വരുമീ പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ. സൗരയൂഥത്തിൽ വിടർന്ന കല്യാണ സൗഗന്ധികം മലയാളത്തിൽ പാടിയ ആദ്യത്തെ പാട്ടിലെ വരികൾ പോലെയായിരുന്നു മലയാളികൾക്ക് വാണി ജയറാം എന്ന ഗായിക. I started singing in 1970 in a Hindi film, Guddi. ആദ്യത്തെ ഞാൻ പാടിയത് ഹിന്ദിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ നമ്മുടെ ഭാരതദേശത്തിൻ്റെ എത്രയോ ഭാഷകളിൽ thousands of songs പാടി. To be precise, 19 languages-ൽ പാടി ഞാൻ. സൗരയുധത്തിൽ വിടർന്നോര് കല്യാണ സൗഗന്ധികമാണീ ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മനിനീ, അതിൻ സൗരഭമാണെന്റെ സ്വപ്നം സ്വപ്നം. 1973 പുറത്തിറങ്ങിയ സ്വപ്നം എന്ന ചിത്രത്തിലൂടെയാണ് വാണി ജയറാം മലയാളത്തിലെത്തുന്നത്. പിന്നെ കലൈവാണി എന്ന ആ ഗായിക നിത്യസുന്ദരമായ എത്രയെത്ര ഗാനങ്ങൾ സമ്മാനിച്ചു. ഓരോ ഗാനവും വിശിഷ്ടമായ ഓരോ അനുഭവമായി. എല്ലാ രാഗങ്ങളും തിരിച്ചറിയാൻ പറ്റും 2 വയസ്സിൽ, ശരിയാണോ? Correct. I didn't have any formal training as such, but I started singing from the age of 2. When really? I was in the first standard, 5 years ago, I learnt lot of difficult compositions of Muthuswami Dikshitar in ragas like Stavarajam, Bhenadyuti, Nagaswaravali, Kannada Bangala, and all that. I still remember them. And this song was the first one for Malayalam, isn't it? First song. It was recorded in 73 January 1973 in the music direction of the Salil great da. genius Salil Chaudhary ji, whose songs I am very very fond of from childhood. Certainly. I grew up. ആഷാഢ മാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാം അന്തരീക്ഷം വിധുരയാം രാധേ പോൽ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢ മാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാം അന്തരീക്ഷം.
16th സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് നൈറ്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിലേക്കായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം വാണി ജയറാം. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. നമസ്കാരങ്ങൾ. എനിക്ക് ഈ ന്യൂസ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എന്താണെങ്കിൽ ഫ്രം മൈ ചൈൽഡ്ഹുഡ് I have been listening to ദാസ്ജി. I always call him ദാസ്ജി. എത്രയോ പാട്ടുകൾ കേട്ട്, റൈറ്റ് ഫ്രം ഹിസ് ഫസ്റ്റ് തമിഴ് സോങ് നീയും ബൊമ്മൈ നാനും ബൊമ്മൈ, ആദ്യത്തെ വന്ന എല്ലാ മലയാള പാട്ടുകൾ, പത്മതീർത്ഥമേ ഉണരൂ, എനിക്ക് വളരെ ഓർമ്മയുണ്ട്. ആ സമയത്ത് ദാസേട്ടനുക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഹി വാസ് സിംഗിങ് ഇൻ ഭരണി സ്റ്റുഡിയോ. Jairamji and me, we bought a garland and went to Bharani studio to wish him specially for the national award. അതുപോൽ 1974 കേരള സർക്കാർക്ക് വേണ്ടി 1 lakh ഹൗസിംഗ് സ്കീമുക്ക് വേണ്ടി ദാസ്ജി told me that we have to travel all over, give concerts to raise funds എന്ന് വിളിച്ച്. അത് എൻ്റെ ഭാഗ്യമാണ്. ദാസ്ജിയോട് ചേർന്ന് എത്രയോ സൂപ്പർ ഹിറ്റ് നമ്പേഴ്സ് ഇൻ മലയാളം, തമിഴ്. തിരുവോണപ്പുലരികൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നെള്ളും സമയമായി.
മലയാളിയുടെ മനസ്സിൽ പാട്ടോർമ്മകൾ നിറച്ച അനശ്വര ഗായികയായി വാണി ജയറാം മാറി. തിരുവോണപ്പുലരിതൻ, ഏതോ ജന്മകൽപ്പനയിൽ, ആഷാഢമാസം, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി തുടങ്ങി പതിറ്റാണ്ടുകൾക്ക് ശേഷം പാടിയ പൂക്കൾ, പനിനീർ പൂക്കൾ പോലും മലയാളികൾക്ക് മറക്കാനാകാത്ത അനുഭവം സമ്മാനിച്ചു. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുമി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുമി, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുനി, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 3 തവണ വാണി ജയറാമിനെ തേടിയെത്തി. 7 സ്വരങ്ങൾ, ശങ്കരാഭരണം, സ്വാതികിരണം എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് വാണി ജയറാമിനെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത്. 3 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? അതിൽ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയത് തമിഴ്, പക്ഷേ തമിഴ് സിനിമയ്ക്കാണ് അല്ലേ? തമിഴ് സിനിമയ്ക്കായി വേണ്ടി അപൂർവ രാഗങ്ങളുടെ ചിത്രത്തിലിരുന്ന് ഒരു അപൂർവ 7 രാഗം, സ്വരങ്ങൾക്കുൾ എത്തனை പാടൽ, ഒരു അതിശയ രാഗമാണത്. പന്തൂരാളിയിൽ അത് രാഗമാലിക, പന്തൂരാളി, രഞ്ജനി, സിന്ധു ഭൈരവി, കാമ്പോതി. MSV സാർ ബ്യൂട്ടിഫുൾ കമ്പോസ് ചെയ്ത്, ദ ഗ്രേറ്റ് കണ്ണദാസൻ ജി wrote the lyrics, and I'll just sing a few lines for you. Certainly, certainly. எத்தனை பாடல் இதய சுரங்கத்துள் எத்தனை கேள்வி ஸ்வரங்களுக்குள் எத்தனை பாடல் இதய சுரங்கத்துள் எத்தனை கேள்வி காணும் மனிதருக்குள் எத்தனை சலனம் காணும் மனிதருக்குள் எத்தனை சலனம் வெறும் கற்பனை சந்தோஷத்தில் அவனது கவனம் ஏழு ஸ்வரங்களுக்குள் எத்தனை பாடல் എല്ലാവരും ഗോഡ്സ് ഓൺ കൺട്രി എന്നിട്ട് പറയും. ഐ വുഡ് സേ ദാറ്റ് ഈസ് ഗോഡ്സ് ഓൺ ഗിഫ്റ്റ് ടു ദ എൻറ്റയർ വേൾഡ്, ദ എൻറ്റയർ യൂണിവേഴ്സ് ഓഫ് ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്. ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ലൈക്ക് നോബഡി എൽസ് ഹാസ്. ആൻഡ് ഐ എം എ ഹ്യൂജ് അഡ്മയറർ ഓഫ് യുവേഴ്സ്, ഹ്യൂജ് അഡ്മയറർ. I always pray for you and your family, Dasji. ശരിക്കും ഇപ്പോൾ കാണണമെങ്കിൽ
ഇന്ത്യൻ സംഗീത ലോകത്തിലെ 3 പില്ലേഴ്സ് ആണ് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുന്നത്. ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിയയിലേക്ക് പോയോ? ലൈക്ക് Amazing. What beautiful songs Vani has sung, Vani Amma, for the whole country. Bol Rahe Papi Hara, and so many wonderful duets with him. How lucky you are, as you say, Das Ji. എൻ്റെ ഭാഗ്യമാണ് How lucky, really. ദാസിയോട് ചേർന്ന് എത്രയോ വളരെ നല്ല നല്ല പാട്ടുകൾ And the എനിക്ക് Madri കിട്ടി. മലയാളത്തിൽ കൊടുത്തു വെച്ചിരിക്കണമേ. കൊടുത്തു വെച്ചിരിക്കണം. Really superb. Thank you so much for having me on this stage with all of you. I love you like anything, Usha. அதில் ஒரு குத்து இருக்கு, கொடுத்து வச்சிருக்கணுமேன்னு. அவளுக்கு பாட முடியல என்னோட டியூட், அதனால உடனே பாட வைக்கிறேன். இப்போ இல்லை, வாங்க வாங்க. ஒரு ரெக்கார்டிங் முடிஞ்சு சொந்த பாட்டு பாடணும். வெள்ள பாட்டு பாடக்கூடாது. நம்ம 2 பேரும் டியூட் பாடினதுக்கு அப்புறம் பாடுவோம். Done in front of the public. I'm so happy that I can do one duet. நம்ம ரொம்ப ஆசை, அதனால கொடுத்து வச்சிருக்கீங்க நீங்க என்ன சொன்னீங்க? கொடுத்து வச்சிருக்கணுமே இந்த மாதிரி அதிர்ஷ்டம், இந்த அதிர்ஷ்டசாலி. இல்லை, கண்டிப்பா ஒரு நாள் வரும் பா, உனக்கு ஒரு நாள் வரும். ரொம்ப சந்தோஷமாக இருக்குது. வாணியம்மா ஏன் இப்படி பாடுறாங்கன்னு ஒரு சந்தேகம் இருக்கும் உங்களுக்கு. ஏன்னா சின்ன வயசுல இருந்தே கிளாசிக்கல் நல்ல குடும்பத்தில், அவங்களோட குடும்பத்தில் எல்லாருமே கிளாசிக்கல். அவங்க அக்கா நல்ல கிளாசிக்கல் பாடுவாங்க. அவங்க அந்த கிளாசிக்கல்லையே வந்துட்டு ஹிந்துஸ்தானியும் படிச்சுட்டு, ஹிந்துஸ்தானி மியூசிக்னு சொல்கிறேன் நான், ஹிந்துஸ்தானி மியூசிக்கும் படிச்சுட்டு இது 2 வித்தியாசமாக பாடுறதுக்கு முயற்சி பண்ணி அந்த லெவலுக்கு அன்னையிலிருந்து இன்னைக்கு வர பாடுறதுன்னா தட் இஸ் த டெடிகேஷன். இது ஒரு பாடம். புது ஆர்டிஸ்ட்டுக்கு சும்மா ஒரு நாள்லேயே ஃபேமஸாக வரலான்னு நினச்சிக்க கூடவே கூடாது. நல்லா கற்றுக்கிண்டு யூ ஹேவ் டு லேர்ன் வெரி ப்ராப்பர்லி. யூ ஹேவ் டு செலக்ட் த குட் மாஸ்டர்ஸ். தே வில் ஃபீட் யூ. தென் யூ வில் அண்டர்ஸ்டாண்ட் உங்களுக்கு எவ்வளோ என்ன இருக்குது, என்ன കപ്പാസിറ്റി இருக்குங்கிறது. ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു, അതല്ല. ടെക്നിക്ക് ഇരിക്കട്ടെ, അതും സഹായം തന്നെയാണ്. പക്ഷെ ഓരോ വ്യക്തികളും അവരവർ പാടുന്നതിൻ്റെ, താൻ എന്താണ് പാടുന്നതെന്നുള്ളതിൻ്റെ നൊട്ടേഷൻ മനസ്സിൻ്റെ അകത്തുകൂടി നമ്മുടെ ഞരമ്പുകളിൽ കൂടി പോയാലേ ഇത് ഇപ്പോൾ കിളിയെ കിളിയെ എവിടെ നിർത്തണം, എവിടെ പിടിക്കണം എന്നുള്ളത് വരണമെങ്കിൽ ആ പ്രാക്ടീസ് വേണം. അതിനകത്ത് ഓരോന്നിനും ഓരോ ഭാവത്തിനും ഓരോ സ്വരങ്ങളുണ്ട്. കിളിയെ കിളിയെ ഇത് പ്രാക്ടീസ് ചെയ്യണം. കിളിയെ എന്ന് പാടിയാൽ ഒന്നും നടക്കില്ല. പാട്ടാണത്, സമ്മതിച്ചു. പക്ഷെ ആ ഭാവം വരണമെങ്കിൽ ആ ഭാവത്തിന് വേണ്ടി ഒരു മ്യൂസിക് ഡയറക്ടർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പാടിയാൽ തീർച്ചയായിട്ടും നമ്മളെ ലോകം സമ്മതിക്കും. അതോടൊപ്പം നീണ്ട നാൾ നിൽക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്തിൽ എനിക്ക് എത്രയോ നല്ല നല്ല പാട്ടുകൾ കൊടുത്ത് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് നന്ദി പറയണം. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, സോങ് റൈറ്റേഴ്സ്, ഓൾ ദ ടെക്നീഷ്യൻസ് ഫോർ ഹാവിങ് അക്സെപ്റ്റഡ് മീ സോ നൈസ്ലി. ഓഡിയൻസ്, നിങ്ങൾ എനിക്ക് കൊടുത്ത ഒരു പ്രോത്സാഹം, ഒരു പ്രേമ എല്ലാം എനിക്ക് എപ്പോഴും ഇരിക്കണം. താങ്ക് യു സോ മച്ച്. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളി പട്ട് വേണം, തുളുനാടൻ തള വേണം, തുളിശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിന് മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് ഇത്ര പാട്ടുകൾ പാടി ലതാ മങ്കേഷ്കർ, പി സുശീല, എസ് ജാനകി, ആശാ ഭോസ്ലെ എന്നിവരെല്ലാം അരങ്ങുവാഴുന്ന കാലത്തും തൻ്റേതായ ഒരിടം സൃഷ്ടിച്ച വാണിക്ക് ബോളിവുഡിൽ
വലിയ ആരാധക വൃന്ദങ്ങളുണ്ടായി. ഓരോ ഭാഷയും അക്ഷരശുദ്ധിയോടെ ആലപിച്ച വാണി ജയറാം എല്ലാ തലമുറയ്ക്കും വലിയ പാഠപുസ്തകമായി. ചന്ദനം ചാർത്തിയ ഹിമന്തനീല നിശീഥിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മരവതി നിന്റെ ചൊടിയിണയിൽ. എത്ര പാടിയാലും കൊതി തീരാത്ത ഗായികയാണ് വാണി ജയറാം. അത് അവർ പങ്കെടുത്ത പരിപാടികൾ നമ്മോട് പറയും. ഒരു മടിയുമില്ലാതെ എണ്ണമില്ലാത്ത പാട്ടുകൾ പാടും. ഇന്നിതാ ആ സ്വരമാധുരി മാത്രം ബാക്കിയാകുന്നു. വിട പറയുവാനാകില്ല മലയാളികൾക്ക് ഈ മധുരവാണിയോട്. ആദ്യത്തെ എനിക്ക് കിട്ടിയ മലയാള പാട്ട് സ്വപ്നം എന്നും ചിത്രത്തിലിരുന്ന് സൗരയുദ്ധത്തിലാണ്. നമ്മുടെ ONV കുറുപ്പ് സാർ എഴുതിയ പാട്ടാണ്. ദ ഗ്രേറ്റ് ജീനിയസ് സലിൽദ ഹാസ് കമ്പോസ് ദ മ്യൂസിക്. ശിവൻ സാറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സൗരയുദ്ധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മലിനി, അതിൻ സൗരഭമാണെൻ്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം.